അങ്ങനെ രാത്രിയിൽ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ടെൻ്റ് അടിച്ച പാകിസ്ഥാനി ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടി അവിടെ നിന്ന് ആടുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ ആദ്യം കണ്ടത്. നമ്മുടെ തൊട്ട് ബാക്കിൽ തന്നെ വേറൊരു ഫാമിലി ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവർ ഇതുവരെയായിട്ട് എഴുന്നേറ്റിട്ടില്ല. ഞങ്ങൾ സൂര്യോദയം കാണാൻ വേണ്ടി പെട്ടെന്ന് എഴുന്നേറ്റതാണ്. എന്തു പറയാൻ, ഒരു രക്ഷയില്ല. ഒന്നും ഒരു സൂര്യോദയവും ഇല്ല, ഒന്നുമില്ല. നല്ല മഴ പെയ്യുന്ന നല്ല പ്രഭാതം. ഞാൻ ഇന്നലെ ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇന്ന് നല്ല മഴയാണെന്നാണ് രാവിലെ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ രാവിലെ നല്ല ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ടെൻ്റൊക്കെ നമ്മൾ എടുത്തു വയ്ക്കുന്നതിന് മുന്നേ ഒക്കെ ചെറുതായിട്ട് മഴ പൊടിഞ്ഞെങ്കിൽ ഞങ്ങൾ അറിഞ്ഞില്ല. രാവിലെ തന്നെ ആടുകൾ മേയാൻ വേണ്ടിയിട്ട് അവിടെ വന്നിരുന്നു. ഈ ആടുകൾക്കുള്ള ചെറിയ ചെറിയ ഹട്ടുകളൊക്കെ അവിടെയുണ്ട്. ഈ മലയൊക്കെ പൊട്ടിച്ചതിന് ശേഷമാണ് ഈ വലിയ വലിയ റോഡുകളൊക്കെ പണിത് സെറ്റാക്കിയിരുന്നത്. അതാണ് നമ്മുടെ ടെൻ്റ് ഉണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെ രാവിലെ പ്രഭാതത്തിലുള്ള കാഴ്ചകളാണ്. ഇപ്പോൾ രാവിലെ വലിയ സൂര്യോദയം കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചെറിയൊരു ഡാർക്ക്നെസ് നന്നായിട്ട് ഫീൽ ചെയ്തു. എന്നാലും നല്ല മഴ അന്തരീക്ഷം ഉണ്ടായിരുന്നു. താഴ്വാരങ്ങളിൽ എന്തായാലും സൂര്യോദയങ്ങൾ ഞാൻ അകലെ നിന്ന് കണ്ടു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കിടന്നതിന് തൊട്ട് താഴെയുള്ള കാഴ്ചയാണ്. ഞങ്ങളുടെ തൊട്ട് താഴെ വലിയ കൊക്ക പോലെയുള്ള സ്ഥലത്തേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഇതേപോലത്തെ ഒരു ടെൻ്റ് ആരുടെയോ പറന്ന് താഴെ കിടക്കുന്നു. ഇവിടുന്ന് എന്ത് സാധനം താഴെ പോയിക്കാലും എടുക്കാൻ വേണ്ടി നമ്മൾ ഒരിക്കലും തുനിയാൻ പാടില്ല. പോയത് പോയി എടുക്കാൻ, പക്ഷേ അത് ഭയങ്കര ഡേഞ്ചറാണ്. നമ്മുടെ ജീവനും അതേപോലെ നമ്മുടെ സേഫ്റ്റിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞങ്ങൾ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു കഫ്റ്റേരിയയാണ്. അവിടെ ഒരു കറക്റ്റേക്ക് ഏകദേശം 5 ദിർഹമാണ് അവർ ചാർജ് ചെയ്തത്. അത് 1 ദിർഹത്തിന് പോലും വിലയില്ലാത്തൊരു കറക്റ്റായിരുന്നു. പക്ഷേ ആ രാത്രി 2:15 ആ സമയത്ത് ആ കറക്റ്റ് ഒരു വൈബായിരുന്നു. നമ്മൾ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ബാർബിക്യൂ ചെയ്ത് ഏറ്റവും അവസാനം ഇവിടെ കൊണ്ട് നിക്ഷേപിച്ച് സംഭവം സെറ്റാക്കണം, അല്ലെങ്കിൽ മൊത്തം തീ പടർന്ന് നമുക്ക് ഫൈനൊക്കെ അവർ ഇടാക്കാൻ ഇടയുണ്ട്. ഇപ്പോൾ നമ്മുടെ വണ്ടിയും അതിൻ്റെ തൊട്ട് ബാക്കിലുള്ള ടെൻറ്റിൻ്റെയും ഒരു വിഷ്വൽ ഞാൻ രാവിലെ എടുത്തതാണ്. ഏകദേശം മഴയൊക്കെ വരുന്നതിന് മുന്നേ ഉള്ളൊരു വിഷ്വലാണത്. അതിനുശേഷം പിന്നെ ഞങ്ങളിവിടുന്ന് വണ്ടി എടുത്ത് നേരെ സ്ട്രെയിറ്റ് മേളിലേക്ക് കയറി പോകാനുണ്ടായത്. ഇന്നലെ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ ഇതേപോലുള്ള കാഴ്ചകളൊന്നും കിട്ടിയില്ല. രാത്രി ഏകദേശം 1:15 അതുകൊണ്ട് മഴ പെയ്ത് രാവിലെ തന്നെ ഒരു ലെവലാവുന്നുണ്ട്. മുകളിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര ലോ വിസിബിലിറ്റിയാണ്. ഗ്ലാസ്സിലേക്കൊക്കെ മഴ ഇങ്ങനെ ചെറുതായിട്ട് ചെറിയ തുള്ളികളായിട്ട് വന്ന് വീഴുന്ന മനോഹരമായ ദൃശ്യമൊക്കെ കാണുമ്പോൾ തന്നെ ഇന്നത്തെ ദിവസം വളരെ രസകരമായി തീരുമെന്ന് നമുക്കറിയാമായിരുന്നു. പിന്നെ ഇന്ന് മഴ പ്രഡിക്ഷൻ പറഞ്ഞിരിക്കുന്നത് 80% ആണ്. 80%-ൽ 100% മഴ പെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ള മഴ തേടിയുള്ള യാത്രകളാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് അവിടുന്ന് ഏകദേശം ഒരു 3 മിനിറ്റ് വഴി മാത്രമേ ഉള്ളൂ മുകളിലേക്ക്. പക്ഷേ മെയിൻ എൻട്രൻസ് തുറന്നിട്ടില്ല. അത് 9 മണിക്ക് മാത്രമേ തുറക്കുള്ളൂ. 50 ദിർഹംസ് കൊണ്ടാണ് ചാർജ്. അവിടെ ഈ ഭാഗത്തൊക്കെ ആൾക്കാർ ടെൻ്റ് അടിച്ച് അങ്ങനെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്തത്. നമുക്ക് വാഷ്റൂം വേണം, അതേപോലെ ഫാമിലീസ് വേണം, അങ്ങനെയൊക്കെ ഒരു സേഫ്റ്റി മെഷേഴ്സൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ആ ഭാഗം തിരഞ്ഞെടുക്കാൻ തന്നെ. കാരണം ഇവിടെയും വാഷ്റൂം കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറച്ചുകൂടി സ്യൂട്ടബിളായി തോന്നുന്നത് അവിടെയാണ്. കുറച്ചുകൂടി ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ അധികം ആൾക്കാരെ ശല്യമൊന്നും വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അവിടെ റൂം എടുത്തത്. റാസൽ ഖൈമയിൽ നമ്മുടെ ജബൽ ജയ്സിൽ നിന്നുള്ള കാഴ്ചയാണ് പഠിക്കുന്നത്. മിസ്റ്റൊക്കെ നന്നായിട്ട് മുകളിലേക്ക് കയറി പോകുന്ന നല്ല മനോഹരമായ കാഴ്ച. ഞങ്ങൾ നേരെ തൊട്ടുള്ള സ്ഥലത്ത് അപ്പോൾ അവിടേക്ക് വന്ന് മഞ്ഞുകൂടുകയാണ്. വളരെ സൂപ്പറായിട്ടുള്ള മനോഹരമായ ഞാൻ അവിടുത്തെ കാഴ്ച. താഴത്ത് മഞ്ഞ് കയറി വരുമ്പോൾ എന്താ ഇവിടെ ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ ഊട്ടിയിലൊക്കെ വണ്ടികളൊക്കെ വരുന്നു. ചെറിയ ചെറിയ ചാറ്റൽ മഴ മഴത്തുള്ളികൾ അങ്ങനെ വന്നിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല സെറ്റായിട്ടുള്ള കാലാവസ്ഥ. ഇവിടെ മൊത്തം മിസ്റ്റ് കൂടുകയാണ്. ഇപ്പം ഞങ്ങൾ കയറി വന്ന സ്ഥലമൊക്കെ നല്ല വിസിബിളായിരുന്നു. ചെറുതായിട്ട് ഇപ്പോഴും ഒന്നും അറിയാത്ത ആ അവസ്ഥയിലേക്ക് വന്നിട്ട് ഇതിലാണ് നമ്മൾ
നേരം കൊണ്ടാണ് ഇവിടെ മിസ്റ്റ് വന്ന് മൂടുക. ജബൽ ജിൻസിലേക്ക് കയറിപ്പോകുന്ന വഴിക്കുള്ള ഒരു നല്ലൊരു പാർക്കാണ് വീവിങ് ഡെക്ക് പാർക്ക് എന്ന് പറഞ്ഞ. ഇതൊക്കെ റീക്രിയേറ്റ് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. നല്ല രസമുണ്ട്. എന്തായാലും ഈ മൗണ്ടൻസിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു കുഞ്ഞൊരു നദി കാണാൻ വേണ്ടിയിട്ട് ഈ പാർക്കിലേക്ക് വരാൻ വേണ്ടി 7 രൂപ. അങ്ങനെ നമ്മൾ ജബൽ ജെയ്സിലേക്കുള്ള യാത്രക്കിടയിൽ കണ്ടൊരു വ്യൂവിങ് ഡെക്ക് പാർക്കാണ്. ഇവിടെ കയറാൻ 7 ദിറംസാണ് ഇവർ ചാർജ് ചെയ്തിരിക്കുന്നത്. സംഭവം കൊള്ളാം കേട്ടോ. ഇന്ന് ഭയങ്കര മഴയൊക്കെ ആയതുകൊണ്ട് വിസിബിലിറ്റി കുറവാകും, അതുകൊണ്ട് നമ്മൾ ആ പാർക്കിലേക്ക് കയറുന്നില്ല. ഇവിടെ ജബൽ ജെയ്സ് എന്നൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ട് അവിടെയാണ് സെക്യൂരിറ്റി ഓഫീസർ. വണ്ടികളൊക്കെ ജബൽ ജെയ്സിലേക്ക് കയറി പോകുന്ന കാഴ്ച, ഇതൊക്കെ ഇന്നലെ ക്യാമ്പ് ചെയ്തിട്ട് വണ്ടികൾ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ആ ജബൽ ജെയ്സിലേക്ക് അവിടുന്ന് ഇറങ്ങുന്നുള്ള കാഴ്ചയാണ്. നമ്മുടെ താമരശ്ശേരി ചുരം എന്നൊക്കെ പറയണല്ലേ, അതേ ചുരത്തിൻ്റെ മനോഹരമായ കാഴ്ച. ചെറിയ ചാറ്റൽ മഴയൊക്കെ പെയ്ത് അങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്ന പ്രഭാതം. ഈ മലകളൊക്കെ പൊട്ടിച്ചിട്ടാണ് ഈ നല്ല നല്ല റോഡുകളൊക്കെ ഇവിടെ റാസൽ ഖൈമ ഗവൺമെൻറ് സൃഷ്ടിച്ചിരിക്കുന്നത്. UAE-യിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നല്ല സ്ഥലത്ത് എത്തിയിട്ടില്ല. അവിടെയൊക്കെ ആൾക്കാർ രാത്രി ഞങ്ങൾ ടെൻ്റ് അടിച്ച് താമസിക്കുന്നുണ്ട്. എന്തല്ലേ, ഇത്രയും മനോഹരമായ സ്ഥലം കടന്നിട്ടാണ് ഞങ്ങൾ ഒമാനിലെ സലാല കഴിഞ്ഞിട്ട് പോയത്. ഞങ്ങൾ ജബൽ സംഹാനിൽ പോയിട്ടാണ് സലാലിൽ പോയി കണ്ടത്. UAE-യിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട് കേട്ടോ. അവിടെയൊക്കെ താഴേക്ക് സൂര്യൻ ഉദിച്ചു ഏകദേശം പ്രകാശമായി. ഇവിടെ ഇപ്പോഴും നല്ല മിസ്റ്റി മൗണ്ടൻസ് ആയിട്ട് നിൽക്കുകയാണ്. എൽസിയൊക്കെ പോകുന്നത് അങ്ങനെ ഞങ്ങൾ രാവിലെ കിടന്നുറങ്ങിയ ആ സ്ഥലത്തു നിന്നൊക്കെ ടെൻ്റൊക്കെ എടുത്ത് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുകയാണ്. മൂക്കൊക്കെ ഏകദേശം നന്നായിട്ട് അടഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഇതുവരെയും സൂര്യൻ ഉദിച്ചു വന്നിട്ടില്ല. രാവിലെ ഉദയം കാണാൻ വേണ്ടി വന്നതാണ്. ഏകദേശം സമയം നോക്കിയാൽ 9 മണിയായിട്ടുണ്ട്, പക്ഷേ സൂര്യോദയം ആയിട്ടില്ല. താഴേക്കടയൊക്കെ വണ്ടികളൊക്കെ നല്ല പാഞ്ഞു വരുന്നുള്ള കാഴ്ച. അവിടെയൊക്കെ ആൾക്കാർ രാത്രി ടെൻ്റൊക്കെ അടിച്ച് സെറ്റായിട്ട് നിൽക്കുന്നുണ്ട്. ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ UAE-യിൽ ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. UAE-യിൽ അല്ലൈനിലൊക്കെ പോകണമെന്നുണ്ട്, ഇവരോട്ട് അങ്ങോട്ട് എത്തിയിട്ടില്ല. എന്നാലും ജബൽ ജെയ്സ് തന്നെയായിരുന്നു പറ്റിയ നല്ല ഡെസ്റ്റിനേഷൻ. ഈ ആഴ്ച നല്ല മഴയുള്ളതുകൊണ്ടും പിന്നെ അന്തരീക്ഷം നല്ല തണുപ്പായതുകൊണ്ടൊക്കെ വരാൻ പറ്റിയ നല്ലൊരു സമയം കൂടിയായിരുന്നു. ഏകദേശം സമ്മറിലൊക്കെ ഇനി വരണം എന്ന് വിചാരിക്കും. സമ്മറിൽ വന്നാലാണ് ശരിക്കുള്ള ഒരു കാഴ്ചയൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങളിങ്ങനെ മല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വണ്ടികളൊക്കെ ഇങ്ങനെ പറന്ന് പോവുകയാണ് ഇതിലൂടെ. റാപ്പ് പഴയ ടൈപ്പ് റാപ്പ്. അപ്പോൾ യാത്ര തുടരുന്നു. അപ്പോൾ നമ്മുടെ റാസൽ ഖൈമയിലെ വളരെ അതിമനോഹരമായ പ്രഭാതം ഏകദേശം 9:30 ഒരുപാട് നാളായി ഇങ്ങനെ ഒരു ഹൈക്കിംഗ് സ്പോട്ടിലൊക്കെ വന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ നല്ല ചാറ്റൽ മഴയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നലെ ടെൻ്റൊക്കെ അടിച്ച് സെറ്റായിട്ട് റാസൽ ഖൈമയുടെ ജബൽ ജെയ്സിനുള്ള ആ മെയിൻ സ്പോട്ടിലേക്ക് എത്താൻ പറ്റില്ല. അവിടേക്ക് എത്തണമെങ്കിൽ രാവിലെ 9 മണി കഴിയണം. പിന്നെ ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് ആൾക്കാരെ കയറ്റി വിടുന്നില്ല എന്നാണ് അറിയുന്നത്. എന്തായാലും അങ്ങോട്ട് ഞങ്ങൾ ചെന്നില്ല. ഞങ്ങളതിന് പകരം തൊട്ട് താഴത്തെയാണ് ഞങ്ങൾ ടെൻ്റൊക്കെ അടിച്ച് സെറ്റായിട്ട് കിടന്നത്. ടെൻറ്റ് മേടിച്ചിട്ട് ഞങ്ങൾ ഏകദേശം 1 വർഷമായി. ഓസിന് വേണ്ടി ടെൻറ്റ് മേടിച്ചായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴാണ് ഉപകരിച്ചത്. കറക്റ്റ് 2 പേർക്ക് കഴിയാനുള്ള ടെൻ്റാണ്. അപ്പോൾ നമ്മളിങ്ങനെ എക്സ്പെക്റ്റേഷനൊന്നും ചെയ്തിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ റാസൽ ഖൈമയിൽ വന്നിട്ട് ഞങ്ങൾ ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചുരം എന്നാണല്ലോ നമ്മൾ ഈ
വഴികളൊക്കെ പറയാം. അപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പോട്ട് കണ്ടു. ഈ മലമുകളിൽ നിന്ന് മൊത്തം വെള്ളം ഇതിൽ ഒഴുകി വരുന്ന സ്ഥലമാണ്. ഒഴുകി വന്നിട്ട് ഇതിലേ കൂടെ താഴെ റോഡിൻ്റെ അടിയിൽ കൂടെ താഴത്തേക്ക് പോകും. നമ്മൾ അതിരപ്പള്ളി, വാഴച്ചാൽ, മൂന്നാർ, ചിന്നാർ, ഊട്ടി, കൊടൈക്കനാൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് സ്ഥലത്തൂടെ സഞ്ചരിക്കുന്ന ആളുകളായതുകൊണ്ട് തന്നെ ഇതൊക്കെ പഴമയല്ല. അപ്പോൾ ഇനിയും പുതിയ പുതിയ സ്ഥലങ്ങൾ തേടിയുള്ള യാത്ര തുടരുന്നു റാസൽ ഖൈമയിലെ മനോഹരമായ ഹിഡൻ സ്പോട്ടിൽ നിന്ന്. അതുകൊണ്ട് അതിൽ കൂടെ ഒഴുകി വരുന്നുള്ള ഇതിലാണ് വരുന്നത്. ബൈക്ക് റൈഡറൊക്കെ പോകുന്നുണ്ട്. പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ മറയ്ക്കാതെ, പോകേണ്ടേ ദൂരൊരാളും കൂട്ടിനില്ലാതെ, കേൾക്കേണ്ടേ കിസ്സകൾ കഥകൾ മറയ്ക്കാതെ, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്, ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞത്ത്. ഞങ്ങളിങ്ങനെ ജബൽ ജേസിന്ന് പോയിട്ട് ഇറങ്ങി വരുന്ന വഴിക്ക് കണ്ടൊരു കാഴ്ചയാണ്. റോഡിൻ്റെ 2 വശമല്ല 3 വശം 4 വശത്തും ഫുള്ള് മലകളായിട്ടുള്ള മനോഹരമായ ദൃശ്യം. ഈ മലകളിൽ ഈ താഴ്ഭാഗത്തിലൂടെ ഒഴുകി വരുമ്പോൾ അതിനെ സംരക്ഷിക്കാനുള്ള ഭിത്തി, ആ വെള്ളം ഒഴുകി കഴിഞ്ഞാൽ ഭിത്തിയിൽ നിന്ന് താഴെ പോയിട്ട് മണ്ണിലേക്കല്ല പോകുന്നത്, വീണ്ടും പാറ പാകിയിട്ട് ആ വെള്ളം അതിലേക്ക് സ്റ്റോർ ചെയ്തിട്ട് പിന്നെ അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് അങ്ങനെ കയറി പോകുന്നൊരു കാഴ്ച ഉണ്ട്. ഇത് എന്താ പറയുക, ഇതൊക്കെ എർത്ത് എൻജിനീയറിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഹിൽ എൻജിനീയറിംഗ് ആണ്. ഇതെങ്ങനെ മഴവെള്ളം ഒഴുകി വരുന്നത് വളരെ നല്ല രീതിയിൽ മൗണ്ടൻസിനെ സംരക്ഷിക്കുക എന്നുള്ളൊരു വലിയൊരു സന്ദേശം കൂടിയാണ് ഇതിലൂടെ നൽകുന്നത്. മലകളൊക്കെ കാണുമ്പോൾ പണ്ട് സമുദ്രങ്ങളായിരുന്ന മലനിരകളിലൂടെ വെള്ളം ഒഴുകിയിരുന്ന സ്ഥലമായിരുന്നു പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതിൻ്റെ ഓരോ ഭാഗമാണ് ഈ കാണുന്നത്. ഓരോ തട്ടായിട്ട് വെള്ളം നിന്നതിൻ്റെ പാടാണ് കാണുന്നത്. ഇതേപോലെ തന്നെയാണ് ഞങ്ങൾ സലാലെ പോയപ്പോഴും അവിടുത്തെ അൽമർണിഫ് കേവിൻ്റെ ഭാഗത്തൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ടത്. അവിടുത്തെ ടൂർ ഗൈഡ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, അവിടെയും വർഷങ്ങൾക്ക് മുന്നേ, നൂറ്റാണ്ടുകൾക്ക് മുന്നേ സമുദ്രമുണ്ടായിരുന്ന സ്ഥലമായിരുന്നത് എന്ന് പറയുന്ന പോലെയാണ് റാസൽ ഖൈമയിലെ ഈ ഭാഗത്തിൻ്റെ സ്ഥലത്തിൻ്റെ പേരെന്താണെന്ന് അറിയില്ല, എങ്കിൽ തന്നെ ഇത് വളരെ മനോഹരമായ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കാഴ്ചയായിരുന്നു. ഇങ്ങോട്ടൊന്നും അധികം മഴ പെയ്യുന്നില്ലെങ്കിലും വന്ന വഴിയിലൂടെ മഴയൊക്കെ നമുക്ക് കിട്ടിയിരുന്നു. ശരിക്കും നാട്ടിലെ പല സ്ഥലങ്ങളിലും പോയ പല അനുഭവവും ഇതിലൂടെ വന്നു. റാസൽ ഖൈമയിലെ മലകളൊക്കെ ഇറങ്ങി താഴെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ മഴയുമില്ല, മഞ്ഞുമില്ല, നല്ല നമ്മുടെ നോർമൽ കാലാവസ്ഥ. ഇവിടെ ഇറങ്ങി വന്നപ്പോൾ ഈ മലകളിൽ നിന്ന് മൊത്തം ഒഴുകി വരുന്ന വെള്ളം വരുന്ന ഒരു നദിയാണ് കാണുന്നത്. ആ നദിക്ക് പകുതിയായിട്ടാണ് ഈ ഇവിടെ ഒരു അറ്റ്നോക്കിൻ്റെ പെട്രോൾ പമ്പ് ഒരു സെറ്റ് ചെയ്തിരിക്കുന്നത്. അതും കാണാൻ നല്ല രസമാണ്. അതിനോട് തിരിച്ച് തന്നെ ബൈക്ക് റിപ്പയർ ചെയ്യാനുള്ള സ്റ്റേഷനുണ്ട്. നമുക്ക് ഫ്യൂവൽ നിറച്ചതിന് ശേഷം റെസ്റ്റ് ചെയ്യാനുള്ള ടൈമുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വണ്ടികൾ മലകളിലേക്ക് പോകുന്ന മറ്റൊരു റോഡിൻ്റെ കാഴ്ച. പിന്നെ അവിടെയൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ
വന്ന് സ്റ്റേ ചെയ്യുന്നുണ്ട്. അവർ സ്വന്തം റിസ്കിൽ സ്വന്തം ക്യാബിനൊക്കെ ആയിട്ട് വരുന്ന ഓരോ ആൾക്കാരുണ്ട്. പിന്നെ ഇവിടുത്തെ പെട്രോൾ പമ്പ് കാണാൻ നല്ല രസമാണ്. അവിടെ ഞാൻ ഇതിന് മുന്നേ ഇങ്ങനെ കണ്ടിട്ടില്ല ഇങ്ങനത്തെ പെട്രോൾ പമ്പ്. അത്രയും മനോഹരമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ. പിന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഒരു ചെറിയൊരു കോഫി ഷോപ്പ് ഉണ്ട്. അത് ഹെൽമെറ്റിൻ്റെ രൂപത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെൽമെറ്റ് കാരണം ഹെൽമെറ്റിൻ്റെ ഗ്ലാസും അതിൻ്റെ ഫ്രണ്ട് ഗ്രില്ലും അതിൻ്റെ ഒരു ആശയത്തിലാണ് ഈ കഫേ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് കാണാൻ വ്യത്യസ്തമായ ഒരു അനുഭവം കേട്ടോ. റാസൽ ഖൈമയിലെ മഞ്ഞും മഴയൊക്കെ കണ്ടിട്ട് നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. രാവിലെ അവിടുന്ന് യാത്ര പുറപ്പെട്ട് നമ്മൾ ഏകദേശം ഒരു 12 മണി 12:15 ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഷെയ്ഖ് ബിൻ സായർ റോഡിൽ എത്തിയപ്പോൾ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ അവിടുന്ന് നമ്മൾ ബിൻ സായർ റോഡിൽ കൂടെ തന്നെ വന്ന് മദീന വേൾഡ് ആ വഴിക്ക് വന്നിട്ടാണ് പിന്നെ ഷാർജ റിംഗ് റോഡിൽ കയറി നേരെ അൽനാദ ഭാഗത്തേക്ക് വരാൻ സമയമെടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ട്രാഫിക് ഇന്ന് പറയാൻ പറ്റിയില്ല. പിന്നെ ഈ സമയം പീക്ക് ടൈമും കൂടി അല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് എത്താൻ പറ്റി. ശരിക്കും ഒരു രാത്രി പോയി കഴിഞ്ഞ് നമ്മൾ സ്റ്റേ ചെയ്തിട്ട് രാവിലെ അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ദിവസത്തിൽ എത്രയോ സമയമുണ്ടെന്ന് നമുക്ക് ആ യാത്രയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് പോകുന്നവരൊക്കെ പോകുന്നുണ്ടെങ്കിൽ വൈകുന്നേരം പോയിട്ട് അവിടെ ടെൻ്റ് അടിച്ച് താമസിച്ച് എക്സ്പ്ലോർ ചെയ്ത് മോർണിംഗ് ഇറങ്ങി വരുന്ന രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. വൈകുന്നേരം പോയി കഴിഞ്ഞാൽ നല്ല ട്രാഫിക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എക്സ്പെഷ്യലി വീക്ക് ഡേയ്സിലാണ് പോകാൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. വീക്കെൻഡിൽ നല്ല ട്രാഫിക് ഇവിടെ മാത്രമല്ല, ജബൽ യാനിസ് നമ്മുടെ അല്ലൈനിലുള്ള അവിടെയൊക്കെ നല്ല ട്രാഫിക്കാണ്. ഈവൻ ജബൽ ജയ്സിൽ ഞങ്ങൾ ആദ്യമായിട്ട് പോയത് വീക്ക് ഡേയ്സിൽ പോയതുകൊണ്ട് പിന്നെ വലിയ സീനില്ല. അപ്പോൾ അതുകൊണ്ട് യാത്രകൾ തുടരട്ടെ. കിട്ടുന്ന സമയമൊക്കെ മനോഹരമായി ഇതേപോലുള്ള ഹിഡൻ ഡെസ്റ്റിനേഷനൊക്കെ കവർ ചെയ്യാൻ വരും ദിവസങ്ങളിൽ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. നമ്മുടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ അൽനാദ നെസ്റ്റോമിയ മാളിൻ്റെ അടുത്ത് ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നു. ഞങ്ങളിവിടെ നിന്ന് ലഞ്ച് കഴിച്ചതിന് ശേഷം നേരെ റൂമിലേക്ക്. അപ്പോൾ ബൈ.